എന്റെ അമ്മാവന്റെ എല്ലാം എനിക്കുള്ളതാ. ഒരേ ഒരു അവകാശി ഞാൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടായില്ല. അതിനുള്ള വഴി നോക്കണം. അവസാനം വേലയും ചാരിയൊന്നും കൊണ്ടുപോകരുത്. ഒരുത്തനും കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. എല്ലാം എനിക്ക് തന്നെ വന്നു ചേരും. ഞാനങ്ങനെ ആസ്വദിച്ച് മരിക്കും. ചേച്ചിയെ, നമ്മുടെ ബോംബെ റാണി ഇല്ലേ അവിടെ? തൊഴിലില്ലാ മന്ത്രി അവിടെ സ്വിച്ച് തരാൻ പറഞ്ഞേ. റെഡി. കത്തിയോ? എന്നിട്ടെന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. എടീ, നേരം വെളുത്ത വൈകുന്നേരം വരെ വെറുതെ കുത്തിയിരിക്കല്ലേടി. വല്ലപ്പോഴും ആ ചൂലൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയായിക്കൂടെ? കഷ്ടം. എന്നോട് പറ. എന്തു എത്ര പണയായിരിക്കുന്ന ചെയ്തൂടെ? എനിക്ക് എന്തോ അനിയൻ ചേട്ടൻ പറഞ്ഞു ചെയ്യുന്നതാ. എന്നാ അനിയൻ ചേട്ടൻ ഒന്നും പറയാൻ പോകുന്നില്ല. അനിയൻ ചേട്ടൻ തന്നെ അങ്ങോട്ട് ചെയ്യത്തേ ഉള്ളൂ. അനിയൻ ചേട്ടാ, പണ്ട് നമ്മള് കള്ളനും പോലീസും കളിച്ച് ഇവിടെ ഒളിച്ചിരുന്ന ഓർമ്മയുണ്ടോ? കള്ളനും പോലീസും? എന്നിട്ട് നമ്മുടെ കേക്കയില് ജാനമ്മ ഉണ്ടായിരുന്നു. ഏത് ജാനമ്മ? ആ കുളത്തിൽ വീണ് ചത്തുപോയ ജാനമ്മ. കുളത്തിൽ വീണ് ചത്തു? എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് കയറി കഥ അടച്ചു. നല്ല ഇരുട്ടായിരുന്നു. അപ്പോ എന്നെ എന്താ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? എന്ത് ചെയ്തു? ഈ അനിയൻ ചേട്ടൻ കള്ളനാ. ഒന്ന് ഓർത്ത് നോക്കിയേ. എടേ, നീ പറയുന്നത് നമ്മള് കള്ളനും പോലീസും കളിച്ചു അല്ലയോ? അങ്ങനെ ഇവരെ തോന്നുന്നു. നീ ഇവിടുത്തെ കഥയും ചെല്ലൊക്കെ അടച്ചു. അതൊക്കെ അടച്ചപ്പോ ഇരുട്ടായിരുന്നു. പിന്നെ ഓർമ്മയില്ലല്ലോ. ഞാനിപ്പോ വരാം. നമ്മളന്ന് കള്ളനും പോലീസും കളിച്ച് ഈ മുറിക്കകത്ത് ഒളിച്ചിരുന്നപ്പോ അനിയൻചേട്ടൻ ദേ എന്നെ ഇങ്ങനെ ചെയ്തു. ആ ചിട്ടിക്കാരൻ തങ്കപ്പന്റെ വീട്ടിൽ കൂടിയിരിക്കുകയാണ് സാർ. ഇന്നലെയും അവിടെ ഏതാണ്ട് തട്ടും മുട്ടും നടന്നായിട്ട് ഞാൻ അറിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, സാറിന് കരുതി മാത്രമാണ് ഇവിടുത്തെ ആൾക്കാരൊന്നും ചെയ്യാത്തത്. ഈ നാട്ടിൽ നിന്ന് ആ കക്ഷിയെ പറഞ്ഞയക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല, സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യണ്ട അനിയൻകുട്ടൻ, എല്ലാം എന്റെ ദുർവിധിയാ. വരൂ. അല്ല, പാത്രനെന്താ ഒന്നും സംസാരിക്കാത്തത്? അവന് സാറിനെ ഭയങ്കര പേടിയാ. എന്നെയോ? അതെന്താ? പേടിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പറ. സാറിന് അച്ഛനുണ്ടോ? ഇല്ല. അമ്മ? ഇല്ല. പെമ്പറന്നവര്? ഇല്ല. മക്കള്? ആരുമില്ല. അയ്യോടാ, പിന്നെന്തിനാ ജീവിച്ചിരിക്കുന്നത്? രണ്ട് ചായയടി. ഒന്നിലെ ഒരു മുട്ടോട് ചേർത്ത് അടിച്ചോ. ശരീരം കേടായി കാണും. വളരെ നാളുകൂടി ഏമാന് കിട്ടിയ ഒരു കേസാ. ശരിക്ക് പെരുമാറിക്കാണും. എന്നെങ്കിലും ഒരുത്തരം പെരുമാറത്തില്ലടോ. ചായ കുടിക്കാൻ വന്നല്ലേ ഷാജി? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ആ സാറിനോട് ചീത്തപ്പേരുണ്ടാക്കാൻ. ചായ കുടിച്ചു പോന്നു. എന്താണോ തന്റെ സാറായത്? കുറെ ബന്ധുക്കൾ വന്നിരിക്കുന്നു. ഇപ്പൊ എനിക്ക് സാറിനോട് തന്നെക്കാൾ ബന്ധമുണ്ട്. കാണുമല്ലോ, വെളുത്ത് കടിച്ചൊരു പെങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ മൂത്തരച്ചിരിക്കുന്ന പഴഞ്ഞിറക്കിലൊക്കെ എന്റെ അമ്മയുടെ തലയിൽ കെട്ടി വെക്കാൻ ഞാൻ സമ്മതിക്കല്ലടാ. വഴി ഉണ്ടാക്കാം. നിന്നെ എടുത്തോളാം. ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നു. ഇങ്ങോട്ട് വരാൻ. വളരെ മോശമായിപ്പോയി. ഈ രീതിയിൽ സംസാരം ഉണ്ടായാൽ ആരായാലും തല്ലും. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഒന്ന് വിളിച്ചു പറയണം. മേലാലിത് ഉർമീശേ, ഇതെന്റെ ആത്മഹത്യയിലെ അവസാനിക്കുമെന്ന് തോന്നുന്നു.
സാറിന് ഇന്നലെ രാത്രിയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന, കുളിച്ച പോലെ ദേഹം ഉയർത്തു. ആകപ്പാടെ ഞാൻ പേടിച്ചു പോയി. ഉടനെ തന്നെ ഞാൻ മാത്യു ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല. ആർക്കാ ഉറുമീസ് നെഞ്ചുവേന? സാറിന് ഒന്നില്ലെന്നേ, 2 ദിവസം കിടക്കണമെന്ന് പറഞ്ഞു. ഇപ്പത്തെ ഡോക്ടർമാര് എന്ത് രോഗം വന്നാലും ആസ്പത്രി പിടിച്ചു കിടത്തുമല്ലോ. ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇത്തിരി ചുക്ക് കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. പിന്നെന്താ? ഞാൻ ആകെ ഓട്ടാ. അവിടെയാണെങ്കിൽ ആരും ഇല്ലേ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം. അത് വേണ്ട, ഞാൻ അനിയൻകുട്ടിന്റെ കൈ കൊടുത്തേക്കാം. എന്നാ ഉപകാരായി. ഞാൻ പോട്ടെ. ഓ വരട്ടെ. ആ ആ. ചേച്ചി എന്നാ കാപ്പി കൊടുത്തേക്കാൻ പറഞ്ഞത്? പിന്നല്ലാതെ എന്താ കാര്യം? ഇതെന്താ ഹോട്ടലിലാണോ എല്ലാവർക്കും ആഹാരം സപ്ലൈ ആയിട്ട്? അങ്ങനെയാണെങ്കിൽ വഴിയെ പോകുന്നവരൊക്കെ നീ വിളിച്ചിരുത്തി ആഹാരം കൊടുത്തോണ്ടിരുന്നോ? ആ മാപ്പിള സാറിന് മരിക്കുന്നവരെ ഇവിടെ നിന്നല്ലായിരുന്നു ആഹാരം കൊടുത്തു വെച്ചോണ്ടിരുന്നേ? ഹോട്ടലായതുകൊണ്ടാ? നിനക്ക് എന്ത് പറ്റി അനിയൻകുട്ടാ? ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. ആശുപത്രിയിലേക്ക് ഇവിടുന്ന് കാപ്പി കൊണ്ടുപോകണ്ട. അതെന്താ അനിയൻചേട്ടാ അങ്ങനെ പറയുന്നേ? കഷ്ടമല്ലേ? വിളിച്ചില്ല കേട്ടോ. ഓ പിന്നെ പൊടി. ആദ്യം കയറി സ്നേഹിക്കും, പെട്ടെന്നെല്ലാം മറക്കും ചെയ്യും. വല്ലാത്ത സ്വഭാവം തന്നെ അനിയൻചേട്ടന്റെ. വല്ലവർക്കും വേണ്ടി വക്കാലത്ത് വന്ന് സാറുമായിട്ട് വഴക്കിട്ട് വേണം. നമുക്ക് കൊടുത്തേക്കാൻ ചേച്ചി, ഞാൻ കൊണ്ടു കൊടുക്കാം. ആ വരൂ. നാണി, എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒച്ചയെടുത്ത് എന്നോടൊന്നും സംസാരിക്കരുത്. ഞാനൊരു നെഞ്ചുവേദനക്കാരനാ. ഉറുമീസ് വന്നിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? ഒന്നുമില്ലെന്നേ, ഒരു ചെറിയ നെഞ്ചുവേദന. ആത്തെന്ന് വേണമെങ്കിൽ പറയാം. അനിയൻകുട്ട അവിടെ ഇല്ലേ? അനിയൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല അല്ലേ? അയ്യോ, ഇതങ്ങനെയല്ല സാർ. ചേട്ടൻ ബ്ലോക്ക് ഓഫീസിൽ പോയിരിക്കുക. ചുക്ക് കാപ്പിയാ. ചേച്ചിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായോ? ഇല്ല സാർ. അനിയൻകുട്ടന് വലിയ ഇഷ്ടമാ കേട്ടോ. അങ്ങനെ അനിയൻ ചേട്ടൻ പറഞ്ഞു. കള്ളനല്ലേ, പറയൂ. ഞാൻ ഊഹിച്ചെടുത്താണെന്ന് വിചാരിച്ചോളൂ. വിടര നാണി, അനിയൻകുട്ടനെ നമുക്കൊന്ന് ശരിയാക്കി കയ്യിലെടുക്കണം. ഞാനും സഹായിക്കാം. എന്നാ ചോദിച്ചു നിങ്ങളൊക്കെ ഭാവം? ചോദിക്കാൻ പറഞ്ഞ ആരില്ലെന്ന് വിചാരിച്ചോ? കാപ്പി കൊടുത്തേക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. നീ തന്നെയല്ലേ ആ മനുഷ്യനെ വിളിച്ചിട്ട് സൽക്കരിച്ചത്? സുഖമില്ലാതെ കിടക്കുമ്പോ ഒത്തിരി കാപ്പി കൊടുത്തേച്ചാ എന്താ തെറ്റ്? ചേച്ചി, അത് ചേച്ചിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനല്ലാതെ വേറെ ആരാ നിന്നെ മനസ്സിലാക്കുന്നത്? കല്യാണം കഴിക്കാത്തൊരു ചേച്ചി വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ പ്രയാസം അത് ചേച്ചിക്ക് മനസ്സിലാവില്ല. അനിയൻകുട്ട, സന്തോഷായി മോനെ. ചേച്ചിക്കിപ്പോ സന്തോഷായി. കല്യാണം കഴിയാത്ത പ്രായമായ ഞാനാണോടാ നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്? നിന്റെ വായിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇത് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. ചേച്ചി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചേച്ചി പറഞ്ഞത് ചേച്ചി വേദനിപ്പിക്കാനല്ലേ. നാട്ടിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു ചേച്ചി. ആരെന്ത് പറയാനാണ് നിന്നെ പറ്റി? ഞാനല്ലേ നിന്നെ വളർത്തിയത്. എന്നെ പറ്റിയല്ല, ചേച്ചിയെ പറ്റി, നായർ സാറിനെ പറ്റി. ഞാൻ അയാളോട് നടക്കുന്നത് പിന്നെ ചേച്ചിയെ പറയുക മാത്രമല്ല ചേച്ചി, പലയിടത്തും വേണ്ടാത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഗതിയായി. കുഞ്ഞമ്മയുടെ ആശുപത്രിയിലേക്ക് എന്തും സംഭവിക്കാം. കുഞ്ഞമ്മേനാ അനിയൻകുട്ടന്റെ എന്താ എന്തൊരു അക്രമം! ഇങ്ങനെയുണ്ടോ മനുഷ്യന്? ആരാന്നെ വെച്ച് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല രസമല്ലേ?
ചേച്ചി ഞാനത് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് മാപ്പ് തരണം. നീ എനിക്ക് മാപ്പ് തരണം. പോരെങ്കിൽ പറയണം. ഇനിയും തരാം. ധാരാളം മതി. ഒരുപാട് പടം വരച്ചിട്ടുണ്ട്. ആരും ഒന്നും വാങ്ങിയിട്ടില്ല. ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഇതങ്ങനല്ല. ഒരുപാട് പേര് നോക്കി നിന്ന് രസിക്കുന്നുണ്ട്. അമ്പലത്തിന്റെ മതിലെ വെച്ച സാധനം ഉണ്ടല്ലോ, കസറി. എന്റെ പൊന്ന് സാറെ, നാറാൻ ഇനി ഒന്നും വേണ്ട. ഇനിയും വരയ്ക്കണം. നാട് മുഴുവൻ വരച്ചിടണം. എന്നിട്ട് അവർ വഴിയെ നടക്കാതാവണം. അത് സാറ് വീട്ടിൽ വന്നു. എന്തോ സാറിനൊരു വിഷമം പോലെ. അനിയൻകുട്ടൻ സാറിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോകുന്നില്ല. അല്ല, നായർ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണാന്നേ. ആകെ ഉണ്ടായിരുന്ന മനസമാധാനമായിരുന്നു. അതിപ്പോ ഇങ്ങനെ. അനിയൻ ചേട്ടാ, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. കുറെ വൃത്തിയിട്ട ആൾക്കാർ വല്ലതും പറഞ്ഞെന്ന് വെച്ച് നമ്മളല്ലതാവോ? ചേച്ചി ചീത്തയാവോ? അനിയൻ ചേട്ടൻ ചീത്തയാവോ? നായർ സാർ ചീത്തയാവോ? ഞാൻ ചീത്ത? അയ്യോ, ഒച്ച വെക്കില്ല അനിയൻ ചേട്ടാ, എനിക്ക് പേടിയാ. സുഖമില്ലാതെ കിടക്കുന്ന മനുഷ്യനല്ലേ, ഒന്ന് പോയി കണ്ടിട്ട് വന്നേ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പോണ്ട. ചേച്ചിയും മാറി അപ്പുറത്തിരിക്കുന്നു. അനിയൻ ചേട്ടതാ ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്യും? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ചെന്ന അനിയൻ ചേട്ടാ, പ്ലീസ്. അനിയൻകുട്ടൻ ഒരു വലിയ മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്. ആയിക്കൊള്ളൂ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നാം കുട്ടിയായി ചെറുതാകണമെന്നുണ്ടോ? ഈ മറ്റുള്ളവരല്ലേ സാർ ഒന്ന് ജീവിക്കേണ്ടത്? അവരെ കണ്ണോട് ചേർക്കാൻ പറ്റൂ? അതിന്റെ അർത്ഥം അവരെ പേടിച്ച് നാം ഇനി ഒരിക്കലും കാണാൻ പാടില്ലെന്നാണോ? ഒരു വാക്കുകൊണ്ട് പോലും തെറ്റ് ചെയ്യാത്ത നമ്മൾ ഇവരെ പേടിച്ച് ഇങ്ങനെ ഒതുങ്ങുന്നത് ഭീരുത്വമല്ലേ അനിയൻകുട്ടൻ? പാടില്ല. നാം ഒരിക്കലും തോൽക്കാൻ പാടില്ല. പ്രായം എത്രയുമായെങ്കിലും തോൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്റെ പേര് കൂട്ടിച്ചേർത്ത് ചേച്ചി വേദനിപ്പിച്ചവർ ആരായിരുന്നാലും ശരി, അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കും. അനിയൻകുട്ടൻ എന്റെ കൂടെ നിന്നാൽ. പക്ഷേ പറഞ്ഞു കേട്ട ഈ അനാവശ്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അനിയൻകുട്ടൻ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആ നിമിഷം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചേച്ചിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കട്ടെ അനിയൻകുട്ടൻ. അനിയൻകുട്ടന്റെ ചേച്ചിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഐ മീൻ ഇറ്റ് അനിയൻകുട്ടൻ, റിയലി മീൻ ഇറ്റ്. എന്റെ പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ, 3-4 ദിവസവും എനിക്കുണ്ടായ നെഞ്ചുവേദന ഒരു അയോഗ്യത അല്ലെങ്കിൽ, അനിയൻകുട്ടന്റെ ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ ഏത് നിമിഷവും തയ്യാറാണ് അനിയൻകുട്ടൻ. ഒന്ന് കണ്ണടച്ചിരുന്നേ. ചേച്ചി, ഞാൻ ഇപ്പൊ വരെ. എന്താ ചേട്ടാ? എന്താ? നീ വിചാരിച്ചാലുണ്ടല്ലോ എന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാക്കാൻ പറ്റും. ഇത്രയും നാൾ ഞാനിത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. എങ്ങനെങ്കിലും നീ എന്റെ ഈ ആഗ്രഹം ഒന്ന് സാധിച്ചു തരണം പ്ലീസ്. ഈ കല്യാണം ഒന്ന് നടന്നെങ്കിൽ. ഇത്രയും നാളായിട്ട് എന്താ എന്നോട് ഇത് പറയാത്തത്? ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും പറയുന്നു. അതിപ്പോ അത് നിന്നല്ലേ ഇങ്ങനെ മനസ്സുണ്ടെന്ന് അങ്ങേര് പറയുന്നത്. ആര്? നായർ സാറ്. നായർ സാറോ? എന്നെയോ? അയ്യോ, കോളമാക്കി എടി കഴുതേ. എന്തോ? നായർ സാറ് നമ്മുടെ ചേച്ചിയെ കല്യാണം കഴിക്കാമെന്ന്. സത്യം?
നീ ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ ഇത്രയും കാലം ജീവിച്ചതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ചേച്ചിയോട് പറയാം. നീ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞോളാം. അതല്ല, നീ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞോളാന്നേ. നീ എന്തോന്നാ മോളെ പറയുന്നേ? ചേച്ചി, അത് ഇപ്പൊ ആർക്കാ എന്നെ കെട്ടിച്ചേക്കാൻ ഇത്ര തിടുക്കം? കൂട്ടാ എന്തോ എന്തോന്നാടാ അവള് പറയുന്നേ? അത് പിന്നെ നായർ സാറ് പറയുന്നെന്താന്ന് വെച്ചാൽ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ, പക്ഷെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഇവിടെ പറഞ്ഞ പോലെ നിനക്ക് ഞാൻ അത്രയ്ക്കൊരു ഭാരമായി തോന്നി തുടങ്ങി അനിയൻകുട്ട? അതോ നിന്റെ ഭാവിയിലെ കാര്യങ്ങൾക്ക് ഞാനൊരു തടസ്സമാകുമെന്ന് നീ കരുതുന്നുണ്ടോ? ചേച്ചി, അതല്ല, ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ, തൃപ്തിയാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ ചേച്ചിയെ നോക്കി ചേച്ചിയോടൊപ്പം കഴിയണം. ചേച്ചിക്ക് നായർ സാർ ഇഷ്ടമല്ലേ? അങ്ങേരോട് എനിക്കെന്താ ഇഷ്ടക്കേട്? പിന്നെന്താ വേണ്ടാന്ന് പറഞ്ഞത്? നിന്നെപ്പോലല്ല മോളെ ഞാൻ. ഈ തളത്തിലും കെട്ടിനകത്തും അടുക്കളയിലുമായി മാത്രം ജീവിച്ച് എനിക്കിപ്പോ ഒരുതരം മരവിപ്പ. എന്ത് കല്യാണമാണിനി? ഒന്നും വേണ്ട. ഇത്രയും കാലം കഴിഞ്ഞില്ലേ? നായർ സാറിനെ ഇങ്ങോട്ട് പറഞ്ഞതാ. നല്ല മനുഷ്യനാ അദ്ദേഹം. അനിയൻചേട്ടന് വലിയ കാര്യമാ. നമ്മളെയും. ചേച്ചി, അനിയൻചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായത്. പിന്നെ നായർ സാർ പറഞ്ഞു. എന്തു പറഞ്ഞു? അത് അനിയൻചേട്ടന്റെ എന്റെയും കല്യാണം നടക്കുമെന്ന്, അതിനെന്നെ സഹായിക്കാമെന്ന്. നല്ല ആളാ ചേച്ചി. അത് ശരി. ജീവിതകാലം മുഴുവനും അവൻ എന്നെ നോക്കിയിരുന്നാൽ നിനക്ക് അവനെ കിട്ടില്ല അല്ലേ? അത്രത്തോളം ഞാൻ ആലോചിച്ചില്ല മോളെ. ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കിനി കല്യാണമായാലെന്താ, എന്തായാലെന്താ? അതുപോലല്ല നിന്റെ കാര്യം. നാണി, നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണ പെണ്ണാവട്ടെ മോളെ. ചേച്ചി, അതെ മോളെ. എന്റെ കല്യാണത്തെക്കാൾ അനിയൻകുട്ടൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷമാണ് എന്റെ ലക്ഷ്യം. ഞാൻ സമ്മതിച്ചെന്ന് അവനോട് പറഞ്ഞേക്കും. മിന്നലെ, ചേച്ചി കല്യാണത്തിന് സമ്മതിച്ച എനിക്ക് എന്തോ തരും? ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ അടുത്ത നിമിഷം മറ്റേ നടത്തും. എന്തോന്ന്? ആണോ? എന്നതെ കേട്ടോ, ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. ആണ്, സമ്മതിച്ചെന്നേ. ചേച്ചി കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. അമ്പലപ്പുഴ പള്ളി പാലിക്ക് പട്ടടവലി ചുരുക്കിയ പുറനാടി. അമ്പലപ്പുഴ പള്ളി പാലിക്ക് പട്ടടവലി ചുരുക്കിയ പുറനാടി. അവൻ തെന്നി തേടി തിരിഞ്ഞു വീടുതോറും നടന്നു മാന്യമാരെ തേടി പറഞ്ഞു നടിക്കുന്നേ. കുതിരമൊഴുക്കി കുഴിയൊഴുക്കി അടിയാറുടെ കുടിയാറുടെ ഊരാറുടെ വേലാറുടെ കൊട്ടിച്ചാട്ടി ചട്ടിക്കൊട്ടി കൊട്ടിച്ചാട്ടി ചട്ടിക്കൊട്ടി കൊട്ടിച്ചാട്ടി ചട്ടിക്കൊട്ടി കൊട്ടിച്ചാട്ടി കൊട്ടി. അനിയൻകുട്ട, ഞാനത് 4-5 ദിവസം ഉണ്ടായില്ല എന്നുള്ളത് സത്യ. ആ അമ്പലക്കുളത്തിന്റെ മതിലും എന്തൊക്കെ പോകൃത്തനാണ് എഴുതി വെച്ചിരിക്കണേ? അത് പോകൃത്തമല്ല അമ്മാവ, പരസ്യമാണ്. പരസ്യോ? ചേച്ചിയുടെ കല്യാണത്തിന്റെ പരസ്യം. ചേച്ചിയുടെ കല്യാണോ? അമ്മാവ, ചേച്ചിയുടെ കല്യാണം ഉച്ചയ്ക്ക് കഴിഞ്ഞു. നായർ സാറുമായിട്ട് രജിസ്റ്റർ മാരേജ്. എന്നാ സാക്ഷിയായിട്ട് ആകെയുള്ള ഒരു അമ്മാവനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടണ്ടേ? ഓ, കല്യാണം കഴിഞ്ഞു. അത് നമ്പർ 1. ഇനി നമ്പർ 2 ഉണ്ട്. അതേതാ? എന്റെ കല്യാണം.
അമ്മാവ അനിയൻ കുട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു നാണി. ആ കല്യാണത്തിനെങ്കിലും എന്റെ പൊന്നമ്മാവൻ വന്ന് ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചു പോണം. ഓ നീയും കെട്ടാൻ പോവാണോ? അത് അതിന് മുമ്പ് എനിക്ക് മറ്റേഞ്ഞ് തരണം. ഏതാണെന്നോ? ആ മൃദംഗം. പിന്നല്ല, എനിക്ക് അമ്മാനെ പോലെ മൃദംഗമൊക്കെ കളിച്ചൊരു നല്ല ജീവിതം ആരംഭിക്കണ്ടേ? അമ്മാവൻ ഇനിയുള്ള വയസ്സുകാലത്ത് ഈ മൃദംഗം ഒഴിച്ചിരുന്നിട്ട് എന്താ കാര്യം? ധൈര്യമായിട്ട് വിളിച്ചോണ്ട് നാട്ടെ. എന്റെ അമ്മായി. പിന്നെ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാൻ പറ്റും, എന്നെ പറ്റിക്കാനൊന്നും അമ്മാവന് പറ്റുകയില്ല. അമ്മാവോ, അമ്മാവന് ഈ കൊച്ചുവെളുപ്പാൻ കാലത്തെല്ലാം ഞങ്ങളെ തേങ്ങയുടെ കാര്യവും പറഞ്ഞ ആ പറമ്പിൽ പോയി കിടന്ന് ഉറക്കുളയ്ക്കുന്ന അപ്പൊ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലയോ? നിങ്ങൾ രണ്ടുപേരും ഒരു കരക്കെടുത്തു. എന്റെ കാര്യമാ കഷ്ടം. അമ്മാവനെ ഞാൻ കരക്കെടുപ്പിക്കും. ഏറ്റോ അമ്മാവന്റെ കല്യാണം ഇതാ നോക്ക്. എന്റെ കല്യാണത്തെക്കാളും ചേച്ചിയുടെ കല്യാണത്തെക്കാളും ഗംഭീരമായിട്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നടത്തും അമ്മാവ. പക്ഷെ ഇപ്പൊ അമ്മാവൻ സമാധാനത്തോടെ ഉറങ്ങിയാട്ടെ. ചേച്ചി ശല്യപ്പെടുത്തണ്ട. നോക്ക്, ചേച്ചിയുടെ എല്ലാ സൗകര്യങ്ങളും ഇനി നീ വേണം നോക്കാൻ. ഞാൻ പതിവും പടി ഒന്ന് പോയി കറങ്ങിച്ചു വരാം. കുടിക്കരുത്. അന്നുകൂടി ഞാനൊന്ന് കുടിക്കും, പക്ഷെ നാളെ പോലെ മുറുക്കാനും പാടില്ല. ഏത് നേരം ആ കോളാമ്പി പോലെ. ഇന്നുകൂടി ഞാൻ കാര്യമായിട്ട് മുറുക്കും, പക്ഷെ നാളെ പോലെ. നീ എന്താടി നാണി വിചാരിച്ചിരിക്കുന്നത്? എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണെന്ന്. ഈ രാത്രി മുഴുവൻ നിന്നോട് സംസാരിച്ചാലും തീരാത്ത കാര്യങ്ങൾ എന്റെ ഈ കൊച്ചു മനസ്സിലുണ്ട്. നമുക്ക് ചേച്ചി എന്നെ ശല്യപ്പെടുത്തണ്ട. ഒരൽപ്പ കഴിഞ്ഞ് നീ ആ അമ്പലത്തിനടുത്തേക്ക് വരണം. ഞാൻ അപ്പോഴേക്കും പോയി ഡിമീനിങ് വരാം. ഇപ്പൊ എന്തു പറയുന്നു? ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ചേച്ചിയുടെ കല്യാണം വേഗം നടക്കണേന്ന്. ഇപ്പൊ മനസ്സിലായോ ദൈവം ഉണ്ടെന്ന്? ഉണ്ടടി, നിന്റെ ദൈവമുണ്ട്. എന്റെ ദൈവോ? അല്ല, നമ്മുടെ ദൈവം. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ എന്തോ പറയാനാ? എനിക്ക് എവിടെ തുടങ്ങണമെന്നറിയില്ല. എവിടെങ്കിലും തുടങ്ങ. നാണി, ഞാൻ സ്നേഹിക്കുന്നു നാണി. പണ്ടേ സ്നേഹിച്ചിരുന്നു. മാണിക്യത്തിരുദേവർ മാവേടനായ കാലം മന്ത്രിവേ നോക്കികൾ ഉണ്ണിത്തമ്പ്രാക്കൾ കരിക്കാടി മുടക്കികൾ ആർത്തികൾ മൂർത്തികൾ ആനന്ദ കോലങ്ങൾ വലവച്ചു കുങ്കഞ്ഞി മക്കളുടെ മാലമുടക്കി പിന്നെ നോക്കിയ കാലയുടെ കൊമ്പിൽ മാല ചൂടി കൊലി മണികെട്ടി വെച്ച് പൊട്ടിട്ട് ആധാരം ചാട്ടി ചാട്ടി കൊട്ടി കൊട്ടിനു തുള്ളി ചതിനു മെയ്കാട്ടി കളിച്ച് കൊട്ടിനു തുള്ളി ചതിനു മെയ്കാട്ടി കളിച്ച് തുടിക്കോലി പറപ്പോലി കട്ടിടകത്തിന്റെ ചിരി വിച്ചിരി കത്തുങ്കരയാട്ടം കട്ടിടകത്തിന്റെ ചിരി വിച്ചിരി കത്തുങ്കരയാട്ടം കുട്ടിച്ചാട്ടി ചതി കൊട്ടി കുട്ടിച്ചാട്ടി ചതി കൊട്ടി കൊട്ടിച്ചാട്ടി ചതി കൊട്ടി കൊട്ടിച്ചാട്ടി കൊട്ടിനുള്ളി Oh!
ഞാനവനെ കൊന്നു. ആ ഷാജിയെ. മനഃപൂർവ്വം ചെയ്തല്ല, വേണ്ടി വന്നു. പക്ഷേ അത് നന്നായി. ദൈവമാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തി തന്ന അതേ ദൈവം. അവൻ ജീവിച്ചിരുന്നാൽ വളരെ വൈകിയാണെങ്കിലും ചേച്ചിക്ക് കിട്ടിയിരുന്ന ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ചേച്ചി നീ ഇവരെ അറിയിക്കരുത്. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ചേച്ചിക്ക് ഇന്ന് മാത്രമാണ് അല്പമെങ്കിലും സന്തോഷം കിട്ടിയത്. നാളെ മുതൽ ചേച്ചിക്ക് ഇനിയും ദുഃഖമായിരിക്കും. എന്നെപ്പറ്റി ഓർത്തുള്ള ദുഃഖം. അനിയൻചേട്ടാ, എനിക്ക് നീ അനിയൻചേട്ടനെ മറക്കണം. എന്നെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ പോലീസ് വരുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അനിയൻചേട്ടാ, എന്നെ വിട്ട് പോകരുത്, എന്നെ വിട്ട് പോകരുത്. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കൂ? കാത്തിരിക്കും. എത്ര നാൾ കാത്തിരിക്കും? എത്ര നാൾ വേണമെങ്കിലും. പക്ഷെ അനിയൻചേട്ടനെ അല്ലാതെ ഞാൻ നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കട്ടെ? അതേടി, കൊട്ടും കുരയൊന്നും വേണ്ട. പണ്ട് ഇവിടെ വെച്ചെന്നല്ലേ, ഒന്നും അറിയാതാണെങ്കിലും ആമ്പലത്തിനൊടിച്ച് മാലയിട്ട്
ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഈ നരേ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് എന്റെ അമ്മ തന്ന മാലയാണിത്. അതല്ലേ ഏറ്റവും വലിയ സത്യം? നാളെ രാവിലെ ചേച്ചി ഈ മാല കാണിച്ച് നീ പറയണം, ഇത് അനിയൻകുട്ടൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലിയാണെന്ന്. ഞാൻ തിരിച്ചു വരും മോളെ. ഇതുവരെ ചേച്ചിയും ഇപ്പോൾ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ ദൈവത്തെ ഓർത്ത് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. la 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 la